ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നായിന്റെ മോനെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം എന്താണ് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം. നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടം? നായേ, നിനക്ക് എന്താണ് നഷ്ടം? അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോട് കൂടി ഷാജിദ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഷാജിദ് നന്നായി എല്ലാം അവസാനിപ്പിച്ചു, നല്ല കുട്ടിയായി എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. ഇത് ഷാജിദയാണ്. എത്ര നന്നായി എന്ന് പറഞ്ഞാലും ആ ചെറ്റ സ്വഭാവം ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് അവസരം വരുമ്പോ പുറത്ത് കാണിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഷാജിദയാണ്. എനിവേ, ഷാജിദ് എവിടെ അവസാനിച്ചോ ഇപ്പൊ അവിടുന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഷാജിദ് ചെയ്തൊരു കമന്റ് ആണ്. ആ കമന്റിൽ നിന്നാണ് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഷാജിദ് എന്താണ്, ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. കാരണം മറ്റൊന്നല്ല, ഷാജിദ് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. ഈ ഷാജിദ് എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ്. 5 മക്കളുള്ള ഒരു സ്ത്രീയാണ്. ഇവർ 2 കൊല്ലം മുമ്പെയാണ് ആദ്യമായി യൂട്യൂബിലേക്ക് വരുന്നത്. അന്ന് എന്റെ ഭർത്താവ് മരിച്ചു പോയേ, എനിക്ക് 5 മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തത്. മാത്രമല്ല എന്റെ ഭർത്താവിനെ ജ്യേഷ്ഠന്മാർ ചേർന്ന് ബിസിനസ്സിൽ ചതിച്ചതാണ്, അതിൽ നൊന്നിട്ടാണ് എന്റെ ഭർത്താവ് ജീവൻ ഒടുക്കിയതെന്നൊക്കെ പുള്ളിക്കാരി തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട് എന്നെ മനസ്സിലാക്കുകയും ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അതാണെങ്കിൽ അങ്ങോട്ട് കത്തിക്കയറുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളോട് പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇവരുടെ ചാനൽ തപ്പി വരാൻ തുടങ്ങി. ഇവർക്ക് അത്യാവശ്യം റീച്ച് കൂടി, ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. ഇതിനൊക്കെ കാരണക്കാരാണ് നമ്മളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരുപാട് റീച്ചും പൈസയും വരാൻ തുടങ്ങിയതോടെ ഇവളുടെ തനി ഗുണം കാണിക്കാൻ തുടങ്ങി. ഇവളെ സഹായിച്ചവരെയും ഇവളെ കുറിച്ച് നല്ലത് പറഞ്ഞവരെയും കുറിച്ചൊക്കെ ഇവളെ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിൽ ഇവളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് ഞാനടക്കമുള്ള ആളുകൾ ഉൾപ്പെടുമെന്നുള്ളതാണ്. എന്നാലും പോട്ടെ, സാരില്ല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി വിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതിന്റെ അടുക്കാണ് ഇവളുടെ ഉമ്മ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ഉമ്മ എന്നെ കോൺടാക്ട് ചെയ്യുകയും ആ ഉമ്മ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ എന്നോട് പറയുകയും ചെയ്തു. പ്രധാനമായും ഇവൾ വീട്ടിൽ വെച്ച് ഉമ്മയെ ഉപദ്രവിക്കുന്നത്, ഇവൾ ഉമ്മയെ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കിയത്, ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടല്ലോ മക്കൾ, എന്റെ തൊലിരിഞ്ഞു പോയി. അതോടെ ഉമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പബ്ലിക് ആക്കുകയും ചെയ്തു. അതോടെ ഷാജിദയുടെ തനി ഗുണം ഈ പുറലോകം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വന്തം ഉമ്മാനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു മകൾ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതോടെ അതുവരെ ഷാജിദയെ സപ്പോർട്ട് ചെയ്തവർ പോലും ഷാജിദയെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ മുഴുവനും ഷാജിദക്ക് അഗെയിൻസ്റ്റ് ആയി. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഷാജിദ അവൾക്കെതിരെ വീഡിയോ ചെയ്ത അവളുടെ നാട്ടുകാരനായിട്ടുള്ള ഷെരീഫ് എന്ന് പറയുന്നവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും അവിടെ വെച്ച് തെറി വിളിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ എടുത്ത് തന്റെ യൂട്യൂബ് ചാനൽ ഇടുകയും ചെയ്യുന്നത്. ഇത് ഷെരീഫ് എന്ന് പറയുന്നവനെ നന്നായി ചൊടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെ ഷെരീഫ് ഇവൾക്ക് 8 പണി കൊടുത്തു. ഇവൾ ഓൾറെഡി ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് കുടുംബക്കാരെല്ലാരും കൂടി ഇടപെട്ട് ഉമ്മയെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റുകയും ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവള് വാടക വീട് അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഷെരീഫ് എന്താക്കി, തന്നെ വീട്ടിൽ കയറി കളിച്ചത് കാരണം ഇവൾക്ക് വാടക വീട് കിട്ടുന്നത് അങ്ങ് മുടക്കി. ഇവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നാട്ടിൽ പറഞ്ഞങ്ങ് പാട്ടാക്കി. അതോടെ ഇവൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവളുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഷെരീഫിനെ കൈയും കാലും പിടിക്കുക എന്നുള്ളതായി. അങ്ങനെ ഷെരീഫിനെ കൈയും കാലും പിടിച്ചപ്പോൾ അങ്ങ് ഒതുങ്ങി. എല്ലാം നിർത്തി നല്ല കുട്ടിയായി ഇത്രയും കാലം ജീവിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇവളുടെ ശല്യം സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, ഈ ഷെരീഫ് ഫാത്തി എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. നമ്മളും മുമ്പ് ഈ ഫാത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തവനാണ്. സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ള പെൺകുട്ടികളുടെ കൂടെ അവിഹിതം ഒലിച്ച് നടക്കുന്നവനാണ് ഇവൻ. ഒരു ഭൂലോക ഫ്രോഡ് എന്ന് തന്നെ ഇവനെ പറയേണ്ടി വരും. എന്തായാലും ഷെരീഫ് ഇവനെ കുറിച്ച് കൂടുതൽ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതോടെ ഈ ഫാത്തി എന്ന് പറയുന്നവൻ എന്താക്കി, ഷെരീഫിനെ തെറി വിളിച്ചും ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫാത്തിന്റെ ഒരു വീഡിയോക്ക് താഴെ ഷാജിദ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇടുകയും ആ കമന്റ് ഷെരീഫിനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഇത് ഷെരീഫിനെ നല്ലോണം ചൊടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെ ഷെരീഫ് എന്താക്കി, ഫാത്തിയും ഷാജിദയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. ഫാത്തിയും ഷാജിദയും തമ്മിൽ എന്തൊക്കെയോ കോൺടാക്ട് ഉണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് എന്നൊക്കെയാണ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. ഇത് കണ്ട് ഷാജിദൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു കയറി. അങ്ങനെയാണ് ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജിദ് വീണ്ടും തെറി പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത് മക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിലായി പുള്ളിക്കാർ 2-3 വീഡിയോകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണ നമ്മളെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞു വരികയാണ്. പെണ്ണാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കിയതാണ്, നീ ആരുടെ എന്നെ ഒതുക്കാന്, നീ ആരെന്നെ ഒതുക്കാൻ, നീ എന്നെ കിട്ടിയ മാപ്പിളെ, അല്ലെങ്കിൽ നീ എന്റെ വാപ്പേ, നീ എന്റെ ആങ്ങളെ, അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ ആണോ എന്നെ ഒതുക്കാൻ? നിന്നെ ഞാൻ ഒതുക്കിയതാണ്, നീ വീണ്ടും ഇല്ലടാ, നീ പറയുന്ന അവിഹിതൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് അതെ ഷെരീഫേ അങ്ങനെയാണേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാടാ. ഇരിക്ക. പിന്നെ എനിക്ക് വളരണത് ആൺകുട്ടികളാ. നീ എന്താ വിഹിതം ഉണ്ടാക്കിയാലും ഒരു ചുക്കുമില്ല ഷെരീഫേ.
പക്ഷെ നിനക്ക് അങ്ങടെ അവിഹിതം കിട്ടിയാണ്ടല്ലോ വളരണത് പെൺകുട്ടികളാ. അത് കാലത്തിന് അവിടെ കിടക്കും. അതുകൊണ്ടായിരിക്കില്ല ഇത്രയും കാര്യങ്ങൾ അഴിഞ്ഞാടി നടന്നത്. വളരുന്നത് ആൺകുട്ടികളാണെന്നുള്ള ഒരു ഒറ്റ ധൈര്യത്തിലായിരിക്കും ഇത്രയും കാലം കണ്ട ആണുങ്ങളുടെ കൂടെ പൊറപ്പിക്കാൻ പോയത്. അല്ല നീ ഇതല്ല ഇതിനപ്പുറം പറയുന്നു നമുക്കറിയാം. പണ്ടൊരിക്കലും ഇവിടെ ലൈവിൽ വന്ന് പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, എനിക്ക് വളരുന്നത് ആൺകുട്ടികളാണ്, അവരൊക്കെ ഒന്ന് വളർന്ന് വലുതായിക്കോട്ടെ, എനിക്കെതിരെ സംസാരിച്ചവരെല്ലാം ഞാൻ അവരെ വിട്ട് തല്ലിക്കുമെന്ന് ആഹ്വാനം ചെയ്തവളാണ് ഇവൾ. ആ അവളുടെ വായിൽ നിന്നും ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. എന്നാലും എങ്ങനെ തോന്നുന്നതിൽ എങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ഇവളെ കൊണ്ടേ എങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. ബാക്കി പറഞ്ഞാലും ഈ ഷാജിദ ഷാജിനെയും വേറുള്ളവരുടെ മാത്രല്ലേ കുഴിയിലല്ലേ നിനക്ക് തോണ്ടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തോണ്ടി നിനക്ക് വിവരം അറിയും, അത് വേറെ കാര്യം. എടാ സൗണ്ട് സൗണ്ട് കൂട്ടി. അപ്പൊ അവരുടെയൊക്കെ തോണ്ടിയാ നീ ആണുങ്ങളുടെ കയ്യിന്റെ ചൂടറിയും. ഞാൻ അന്ന് ലൈവില് അവിടെ വന്നത് നിന്റെ കാരണം ഞാൻ പുകയ്ക്കണം വിചാരിച്ച. കാരണം എന്താണെന്നറിയോ, നിന്റെ കാരണം എനിക്ക് പുകയ്ക്കാനും അറിയും. നീ കാരണം പുകയ്ക്കാൻ പോയതൊക്കെ നമ്മൾ കണ്ട്. അന്ന് ഷെരീഫും വീട്ടുകാരും നിന്നെ ഓടിച്ച് വിട്ടത് ഞങ്ങൾ കണ്ട്. അതിനുശേഷം ഷെരീഫ് നിന്നെ ഒതുക്കിയത് ഞങ്ങൾ കണ്ടതാണ്. നീ വല്ലാണ്ട് ഡയലോഗ് അടിക്കണ്ട മോളെ. നീ ഡയലോഗ് അടിച്ചടിച്ച് എങ്ങോട്ടായി പോകുന്നത്? നിന്റെ വിചാരം എന്താണെന്ന് അറിയോ? നീ എന്ത് പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് നിന്റെ അവസ്ഥ. വായിൽ എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് വിളിച്ചു പറയാം. ഇപ്പൊ ഇത്രയും പണികൾ ഷെരീഫിൽ നിന്നും കിട്ടിയിട്ടും ഇവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വരെയുള്ള പണികൾ കിട്ടിയിട്ടു. അവസാനം ഒരു അവസരം കിട്ടിയപ്പോൾ ഇവള് പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ, അന്ന് നിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നിന്റെ കരണം ഞാൻ പോയിക്കണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നൊക്കെ. ഒലത്തും നിനക്ക് ആകെ അറിയാവുന്ന പരിപാടി യൂട്യൂബിൽ ലൈവ് ഇട്ട് പ്രസംഗിക്കല് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഷാജിദ. നീ ബാക്കി പറഞ്ഞാട്ടെന്തായാലും. പിന്നെ ഞാൻ ഇതിന് മുന്നേ എന്റെ നാട്ടിലേക്ക് മരിച്ച ടൈമിൽ ഒരുത്തി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദ ഷാജിന്റെ ഭർത്താവ് മരിക്കാൻ ഇതാ കാരണം, അല്ലെങ്കിൽ ഷാജി തൂങ്ങി മരിക്കാൻ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കാരണം ഞാൻ പുകച്ചതാണ്. വിശ്വസിക്കാൻ പറ്റുന്ന വല്ല തള്ളെങ്കിലും തള്ളു ഷാജിദ. ഇവൾക്കെതിരെ വീഡിയോ ഇട്ടവളുടെ കാരണം ഇവള് പുകച്ചിരുന്നു പോലും. ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങോട്ട് തള്ളി മറിക്കന്നെ. സംഭവം ഇവളെ ഇടയിൽ കൂടെ ആരൊക്കെയോ മോട്ടർ ആക്കി വിടുന്നുണ്ട്. അതിന്റെ പുറത്ത് ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയാണ് ലൈവില്. എന്തായാലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. എന്റെ കെട്ടിയോ മരിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ഐശോ ആ പാവത്തിനെ കൊന്നു, അവളും അങ്ങനെ കൊല വിളിച്ചു. ആണോ? 15 കൊല്ലം ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കഴിഞ്ഞപ്പോ എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ലേ ഈ സമയത്ത് ഞാൻ അയാളെ എടാ എന്റെ ഇക്ക മരിച്ചത് ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് ചെയ്ത ആ ഒരു സംഭവമാണ്. എന്ത് സംഭവം മോളെ? നിന്റെ ഒക്കെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് ഇവിടെ അങ്ങാടി പാട്ടാണ്. നീ അതിനെ കുറിച്ച് വല്ലാണ്ട് അങ്ങ് പ്രസംഗിക്കാൻ നിൽക്കല്ലേ. നിന്റെ ഒക്കെ എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. തൽക്കാലം ഞാൻ വീണ്ടും അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം എനിക്ക് തന്നെ നാണക്കേടാണ് അതിനെ കുറിച്ച് പറയാൻ. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അതുകൊണ്ട് നീ വലിയ മരിച്ചു പോയി ഇക്കാനെ പോരിച്ചും പറഞ്ഞു വരല്ലോ മോളെ. നീ ഇത്രയും കാലം ആ ഇക്കാനെ വെച്ചാലേ യൂട്യൂബ് ചാനലിൽ റീച്ച് ആക്കി കൊണ്ടുവന്നത്. ഇനി അത് നിർത്തിയേക്ക്. കാരണം എങ്ങനെയാണ് നിന്റെ ഇക്ക മരിച്ചെന്നുള്ളത് ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി നീയായിട്ട് അത് പറഞ്ഞ് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഓള് മരിച്ചു പോയി ഇക്കാനെ പോരിച്ചും പറഞ്ഞു വന്നേക്കാണ്. നാണമുണ്ടോ നിനക്കൊക്കെ ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഇമാതിരി പ്രസംഗം നടത്താൻ? ഉളുപ്പില്ലാത്ത വർഗം. ബാക്കി പറഞ്ഞാലും. പിന്നെ കബീർക്ക മരിച്ചതിന് ശേഷം ഉള്ള ലൈഫ് എന്റെ മാത്രം ചോയ്സ് ആണ്. എനിക്ക് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് കരയണ കാലം പണ്ട്. അതിന് ആര് നിന്നോട് മുക്കിലിരുന്ന് കരയണമെന്ന് പറഞ്ഞിട്ടില്ല ഷാജിദ. അത് പറയത്തുമില്ല. നിനക്ക് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. ഇവിടെ ആരും അതിനെ കുറിച്ച് ബോധർ ചെയ്യാനും പോണില്ല. നിനക്ക് കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി ജീവിക്കുക, ഹോട്ടലെടുത്ത് താമസിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കൊട്ടിഘോഷിക്കാൻ നിൽക്കരുത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്ന് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നീ പ്രൈവറ്റ് ലൈഫിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അത് ഞങ്ങൾ ബോധർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ പബ്ലിക്കായി കാണിച്ചു കൂട്ടുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് നോക്കും. അതിൽ യാതൊരു കാരുണ്യം പ്രതീക്ഷിക്കണം നീ കേട്ടോ. ബാക്കി പറഞ്ഞാലും. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ കാര്യം. അപ്പൊ ആ ഉമ്മ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ഉമ്മാന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല. എന്റെ ഉമ്മ എന്റെ ഇക്കാനോട് മുണ്ടിയിട്ടില്ല. എന്റെ വീട്ടിലേക്കേ വരലില്ല. എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എൻ്റെ ഉമ്മാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അറിഞ്ഞ ഒരേ ഒരു മനുഷ്യൻ്റെ ഒക്കെയാണ്. എന്നോട് എല്ലാവരും ഉമ്മാമാരാണ് പറഞ്ഞു കൊടുക്കുക എന്ത് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം. അങ്ങനെ എൻ്റെ ഒക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നിന്റെ ഉമ്മ കോള് വിളിച്ചാൽ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നം അത് പറഞ്ഞ ഉമ്മ എന്താ പറയുക പെട്ടെന്ന് പറയാ. എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഉമ്മമാരെന്താ പറയാ, അതൊന്നും സാരമില്ല ഭർത്താവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എൻ്റെ ഉമ്മ പറയും ഉമ്മക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട്. കാരണം എന്താണ്, ഭർത്താവിന്റെ കൂടെ ജീവിക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മക്ക് അതിന്റെ വില അറിയില്ല. ഉമ്മാന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ട്, എന്റെ അത്ത അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉമ്മക്ക് എല്ലാ ആണുങ്ങളോടും വെറുപ്പായിരുന്നു. എല്ലാ ആണുങ്ങളോടും. സ്വന്തം ആങ്ങളാരോട് മാത്രമുള്ള ആ വെറുപ്പില്ലാത്തത്. അതും 1-2 അടുത്ത് മാത്രം. വിരലിൽ 8-9 ഉണ്ട്. പക്ഷെ 2 അടുത്ത് മാത്രമാണ് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ ആ ഒരു അതിന്റെ മുന്നേ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ലാസ്റ്റ് മരിക്കണന്റെ ആ സമയത്തോ മറ്റാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കുന്നത്. തൊടങ്ങിയോളൂ ഉമ്മാനെ കുറ്റം പറയാൻ. ഇവളല്ലായിരുന്നു 2-3 മാസം മുമ്പേ ഞാൻ ഉമ്മാനോട് പൊരുത്തപ്പെടിച്ചു, ഉമ്മ എന്നോട് ക്ഷമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ട് 2 മാസം പോലും ആയില്ല, അപ്പോഴേക്കും വീണ്ടും ഇത് ഉമ്മാനെ കുറ്റം പറഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതൊക്കെ ഇവളുടെ അഭിനയമാണ്, നോക്കിക്കോ കുറച്ച് കഴിഞ്ഞാണെങ്കിലും വീണ്ടും ഇവൾ ഉമ്മാനെ കുറ്റം പറഞ്ഞ് വീഡിയോ ആയിട്ട് വരുന്നുള്ളത്. അന്ന് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ഉണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. ഇപ്പൊ എന്തേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്മാനെ കുറ്റം പറയുക എന്നുള്ളത് ഇവളുടെ രക്തത്തിൽ അലിഞ്ഞു പോയൊരു സംഗതിയാണ്. അത് ഇവൾക്ക് മരിക്കുന്നവരെ മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഉമ്മ എത്ര പുറത്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവസരം കിട്ടുമ്പോൾ എല്ലാം ഇവൾ ഉമ്മാനെ കുറ്റം പറയും. അതാണ് ഇവളുടെ ശീലം. കേട്ടോ? ബാക്കി പറഞ്ഞാലും ഉമ്മാനെ തെറി വിളിക്കാൻ കാരണം ഉമ്മാന്റെ കയ്യിൽ ഇരിപ്പ് അത്രയ്ക്ക് നന്നായതുകൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കൊടുക്കണ ഉമ്മമാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള ആൾ അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ 2 പേരക്കുട്ടികൾക്ക് മാത്രം, 8-9 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണ ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. ആണെങ്കിൽ നന്നായി. നിനക്ക് മടുക്കുന്നില്ല ഷാജിദ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാണ്. നീ എത്ര കാലായി സ്വന്തം ഉമ്മാനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്? യൂട്യൂബിൽ വന്ന കാലം തൊട്ട് നീ തുടങ്ങിയിട്ടുണ്ട് ഉമ്മാനെ കുറ്റം പറയാൻ. ഇപ്പോഴും നീ അത് തന്നെ ചെയ്യുന്നു. അല്ല, നിനക്ക് അറിയാവുന്ന ആകെയുള്ള പരിപാടി അത് മാത്രമാണ്. കുറെ ഭർത്താവിന് വെച്ച് സെന്റിമെന്റ്സ് എടുക്കുക, കുറെ ഉമ്മാനെ കുറ്റം പറയുക, കുറെ കുടുംബക്കാരെ കുറ്റം പറയുക, നിനക്ക് നല്ലത് ചെയ്തു തന്നവരെ കുറ്റം പറയുക. ഇതെല്ലാം നിനക്ക് എന്ത് പരിപാടിയാണ് അറിയാം? ആകെ അറിയാവുന്ന പരിപാടി ഇത് മാത്രമാണ്. അതും വെച്ചിട്ടാണ് ഇവിടെ ഇത്രയും കാലം യൂട്യൂബിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഇനിയിപ്പോ നോക്കിക്കോളൂ, നാളെ ഇതൊക്കെ പറഞ്ഞതിന് എനിക്കെതിരെ വീഡിയോ ആയിട്ട് വരും, എന്നെ പച്ചത്തെറി വിളിച്ചോണ്ട്. ഇവൾക്ക് അറിയാവുന്ന പരിപാടി ഇത് മാത്രമാണ്. കഷ്ടമുണ്ട് കേട്ടോ. ബാക്കി പറ എന്തായാലും. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കണം. എല്ലാ ഉമ്മമാരും ഒരിക്കലും ഒന്നല്ല. ഒരുപാട് ഉമ്മമാരെ എന്നെ സ്നേഹിക്കണം ഉമ്മമാര്, ഈ വീഡിയോ കാണുന്ന ഉമ്മമാര് ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇപ്പോഴും വിളിച്ചോണ്ട് ഷാജി മോൾക്ക് കുട്ടികൾക്ക് സുഖമല്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുആ ചെയ്യും, നിന്റെ ഉമ്മ ചെയ്തത് ശരിയല്ല അന്ന്. ഏതാണോ ഓൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മമാര്, അവരൊക്കെ ഒന്ന് നേരിട്ട് കാണണം കേട്ടോ. അല്ല, അങ്ങനത്തെ അപരാധികളൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും തോന്നിയവാസങ്ങൾ ഇവിടെ പബ്ലിക്കിൽ ഒന്ന് കാണിച്ചു കൂട്ടിയിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അത്രയും അധപ്പതിച്ച ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല, ബഹുജനം പലവിധം എന്നാണല്ലോ. അത് അങ്ങനെ കുറെ ടീംസ് ഇഷ്ടാ. ബാക്കി പറന്തായാലും. പിന്നെ എന്റെ ഉമ്മ കഷ്ടപ്പെട്ടവന്നല്ല കഷ്ടപ്പാട്. ഞാനിപ്പൊ പെടുന്നില്ലേ എന്തൊക്കെ കേട്ടിട്ട് ഞാനിപ്പോഴും ജീവിച്ചിരിപ്പ്, മക്കളിനെ നോക്കിയിട്ട് ജീവിച്ചിരിക്കണ ഞാനാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. കാരണം വാപ്പയില്ല, ഉമ്മ ഇല്ല, ആങ്ങളാരില്ല, കെട്ടിന്റെ ആൾക്കാരില്ല, ഉമ്മാന്റെ ആൾക്കാരില്ല, സ്വത്തില്ല. തുടങ്ങിയോളൂ വിധവാ കാർഡ് ഇറക്കാൻ. പറന്തായാലും ബാക്കി. എടാ, എനിക്കിപ്പോ എന്റെ തറവാട്ടിൽ തന്നെ ഉണ്ട് 10-20 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്റെ വാപ്പാപ്പാന്റെ മുതൽ വെറുതെ കിടക്കുന്നുണ്ട്. എനിക്കതൊന്നൊരു 5 സെന്റ് സ്ഥലം തന്നാൽ തന്നെ എനിക്ക് അവിടെ വീട് കയറ്റുള്ളവൻ. പക്ഷേ തരില്ല. തരണമെങ്കിലേ കയ്യിലിരിപ്പ് നന്നാവണം. പിന്നെ സ്വന്തം ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി നിനക്ക് ഉമ്മ വീട്ടുകാർ ഒരു വീടും പറമ്പും തന്നിട്ട് നിന്നെ സഹായിക്കാം. അത്രയും പുണ്യാളന്മാരാണല്ലോ അവര്. ഇതൊക്കെ ലൈവില് വിളിച്ച് പറഞ്ഞ് നിനക്ക് കുറച്ചെങ്കിലും ഉറപ്പില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം ഉമ്മാനോട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പറയാണ്, ഉമ്മ വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 5 സെന്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു വീട് വെക്കാമായിരുന്നു എന്നൊക്കെ. നിനക്ക് ഒലക്ക തരൂ. അതൊക്കെ സ്വന്തമാക്കണമായിരുന്നെങ്കിലേ മര്യാദക്കൊക്കെ ഉമ്മയോട് നിൽക്കണമായിരുന്നു. അല്ലാതെ ഉമ്മയോടുള്ള തോന്നിവാസം മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് അവസാനം എന്റെ ഉമ്മ വീട്ടുകാർ എനിക്ക് വീടും സ്ഥലവും തരുന്നില്ലേ എന്ന് പറഞ്ഞ് മോങ്ങിട്ട് യാതൊരു കാര്യമില്ല. നിൽക്കേണ്ട പോലെ നിൽക്കണമായിരുന്നു. കേട്ടോ? ബാക്കി പറഞ്ഞായിരുന്നു. എടാ, ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങള്, യൂട്യൂബിൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം അവർ ഈ സമൂഹത്തിൽ അനുഭവിക്കണ എന്തൊക്കെയാണ്. ഭർത്താക്കന്മാരില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നീ അവരുടെ അടുത്ത് പോയി ചോദിച്ചോക്കണം. പിന്നെ നമ്മളാരും ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. ലോകത്ത് ആദ്യത്തെ ഭർത്താവില്ലാത്ത പെണ്ണാണ് ഷാജിദ. അല്ല, അതേമാരാണ് ഇവിടെ വർത്താനം കേട്ടാ തോന്നുന്നത്. ഇവിടെ ഭർത്താക്കന്മാരില്ലാത്ത ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാരും നിന്നെ പോലെ അയിഞ്ഞാടി നടക്കുന്നില്ല, യൂട്യൂബിൽ ഒന്ന് തെറി വിളിച്ച് നടക്കുന്നില്ല, യൂട്യൂബിൽ ഒന്ന് സ്വന്തം ഉമ്മാനെ കുറ്റം പറഞ്ഞ് നടക്കുന്നില്ല. അവരൊക്കെ മാന്യമായിട്ടും അന്തസ്സായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ നിന്റെ ഗണത്തിൽ പെടുത്തല്ലേ ഷാജിദ. അവര് നീ വേറെ തന്നെ ഒരു സ്പീഷീസ് ആണ്. നിന്നെ ഒന്നും ഒരു ഗണത്തിലും പെടുത്താൻ പറ്റത്തില്ല. എന്തായാലും ഇവളുടെ കഥാപ്രസംഗത്തിന് പിന്നാലെ ഷെരീഫ് എന്താക്കി, ഇവളെ കണ്ട ആണുങ്ങൾക്ക് തുണി ഉരിച്ചു കൊടുക്കുന്ന കുറച്ച് വീഡിയോസ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. 13ഓളം ക്ലിപ്പുകൾ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഷാജിദ് ഓവർ ഡയലോഗ് അടിക്കേണ്ട, ആവശ്യാനുസരണം ഞാനത് പുറത്ത് വിടുന്നു പറഞ്ഞുകൊണ്ട് ഷെരീഫ് ഒരു വീഡിയോ ചെയ്തു. ഇത് കണ്ട് വീണ്ടും ദേഷ്യം മൂത്ത് ഷാജിദ് എന്താക്കിയെന്ന് അറിയോ? അടുത്തൊരു വീഡിയോ ആയിട്ട് വന്ന് അതിൽ ഷാജിദ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം നിങ്ങൾക്ക്. കേട്ടോക്കാം. ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നിന്റെ മോനെ
ഉഫ്, എന്ത് നല്ല ഭാഷ അല്ലെ. ഇങ്ങനത്തെ ചില വാക്കുകളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഷാജിദന്റെ ലൈവിൽ തന്നെ വരണം. ഉഫ്, ആ പറഞ്ഞ വാക്കുകൾ നോക്കി നിങ്ങൾ. ഇവളെ കൊണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി പറഞ്ഞാലോ. പിന്നെ കല്യാണം കഴിഞ്ഞ് അല്ല മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാൻ കാസർഗോഡത്തെ ഒരു ചെക്കൻ, എടാ നയിച്ച മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാൻ വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടം നായേ, നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അഴിച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടികളല്ലല്ലോ ഞാൻ. നിന്റെ കെട്ടികളാണോ ഞാൻ? ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയും, എന്റെ മക്കളുണ്ട്, ഞാനുണ്ട് ഇവിടെ. ഓക്കെ, വായത്തൊന്ന് തെറികളൊക്കെ ഷാജിദ വിളിച്ച് പറയുന്നുണ്ട് അല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എന്തായാലും ഇത്രയൊക്കെ തെറികൾ പറഞ്ഞാലും ഷാജിദ, നീ കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടാൻ പോയിട്ടുണ്ടെന്ന് നീ തന്നെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ. അത് നിന്റെ വായിൽ നിന്ന് തന്നെ എല്ലാവരും കേൾക്കുകയും ചെയ്തു. ഇതാണ് നിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നീ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ തെറി പറഞ്ഞാലും അതിന്റെ ഇടയിൽ കൂടെ നീ സത്യം അങ്ങ് വിളിച്ചു പറയും. നീ ചെയ്ത ചെറ്റത്തരങ്ങളൊക്കെ നീ വിളിച്ചു പറയും. അതുകൊണ്ട് നീ ചെയ്ത് കൂട്ടി അപരാധങ്ങളുടെ തെളിവുകൾ അന്വേഷിച്ച് അങ്ങോട്ടും പോണ്ട. നിന്റെ ലൈവ് ഇരുന്ന് കണ്ടാൽ മാത്രം മതി. നീ ഇതേപോലെ പലയിടത്തും നീ ചെയ്ത ചെറ്റത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കാണാൻ പറ്റും. എന്തായാലും കണ്ടവന്റെ കൂടെ കിടക്കാൻ പോയിട്ടുണ്ടെന്ന് നീ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കി പറഞ്ഞാലോ. എനിക്ക് പറ്റും പോലെ എന്റെ മക്കളെ നോക്കി വളർത്തും. അവര് പിന്നെ ബാക്കിയുള്ളവർ തന്നെ പറയുന്നത് ആൺകുട്ടികളാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. ആൺകുട്ടികളിലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, ഒരു അഹങ്കാരം കാണിക്കില്ല. തൊട്ടു മുമ്പ് എനിക്ക് വളരുന്നത് ആൺകുട്ടികളാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എങ്ങനെ നടന്നാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ വന്ന് പറയുന്നത് എനിക്ക് ആൺകുട്ടികളാണെന്ന് വിചാരിച്ച ഒരു അഹങ്കാരം ഇല്ല എന്നൊക്കെ. നിനക്ക് ആകെയുള്ള അഹങ്കാരം അത് മാത്രമാണ്, നിനക്ക് ആൺകുട്ടികളാണെന്നുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നീ അപരാധങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് ഈ ആൺകുട്ടികൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല എന്നൊന്നും പറയില്ല മോളെ. നീ ബാക്കി പറഞ്ഞാലോ. അവരിനെ വളർത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. ആ കടമ ഞാൻ തീർക്കുന്നവരെ ആ മക്കളെ ഞാൻ നോക്കും, വളർത്തും. പിന്നീട് അവർ ഉമ്മാനെ നോക്കേണ്ട കടമ അവർക്കാണ്. അവർ വേണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞിട്ട് ഇവിടെ എത്ര വൃദ്ധസദനങ്ങളുണ്ട്, പോയി ജീവിക്കും. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ മിക്കവാറും നിനക്ക് നീ പറഞ്ഞ പോലെ വൃദ്ധസദനത്തിൽ തന്നെ പോകേണ്ടി വരും. കാരണം അങ്ങനെ നീ ആ മക്കളെ വെച്ചോർന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഉള്ളത് പറയാലോ, ആ മക്കളൊന്ന് വളർന്ന് വലുതായിക്കോട്ടെ. ആ മക്കൾ നിന്നെ തള്ളി പറയുന്ന കാലം അത്ര വിദൂരത്തല്ല ഷാജിദ. അത് അധികം വൈകാതെ തന്നെ നമുക്ക് കാണേണ്ടി വരും. നീ കാത്തിരുന്നു ഷാജിദ. നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് നമ്മുടെ മക്കളിലൂടെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. അതാണ് ചരിത്രം. നിനക്കത് കിട്ടാൻ പോവാണ്. അതുകൊണ്ട് നീ വല്ലാണ്ട് ആ മക്കളെ വെച്ച് നെകളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ബാക്കി പറഞ്ഞാലും. ആ ഒറ്റയ്ക്ക് ജീവിക്കണ ആ ഉമ്മാന്റെ അതേ മോൾ തന്നെ ഇത്. അതുകൊണ്ട് കുറച്ച് തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. ഓക്കെ, തന്റെ ഇടത്തോടു കൂടി ജീവിക്കുന്ന ഷെരീഫ മാള് എന്ന് പറയുന്ന ആ ഉമ്മാന്റെ ബ്ലഡാണ് ഇവിടെ ഓടുന്നത്. ആ എന്റെ ഉപ്പാന്റെ ബ്ലഡ് അവിടെ ഓടുന്നത് കാരണം ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. അപ്പൊ നിന്റെ ഈ മെരട്ടില് നിന്റെ ഞാൻ തുണി അഴിച്ചിട്ടുള്ള ഫോട്ടോ, നിന്റെ തുണി അഴിച്ചിട്ടുള്ള വീഡിയോ, നീ എന്ത് പുല്ല് കൊടുന്നാലും, നീ എന്ത് ഇതാക്കിയാലും ദേശാക്കിയാലും നോ പ്രോബ്ലം മോനെ. ഓക്കെ ഷെരീഫെ, നീ അത് കാണിച്ചിട്ട് എന്നെ വരക്കണ്ട. നീ അത് കാണിച്ചിട്ട് എന്നെ വെറുപ്പിക്കണ്ട. നീ അതെ, ആ ചാത്യം മുൻകൂർ ജാമ്യൊക്കെ എടുത്തു വെച്ചേക്കാണ്. നീ എന്ത് വേണമെങ്കിലും പുറത്തു വിട്ടു ഷെരീഫ്, എനിക്കൊരു കുഴപ്പമില്ല, അതിന്റെ രോമത്തിൽ പോലും അത് തൊടാൻ പോണില്ല എന്നൊക്കെ. അല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഷെരീഫിനി ഇപ്പൊ എന്തൊക്കെ പുറത്തു വിട്ടാലും അവൾക്ക് പറയാലോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല എന്നൊക്കെ. ഷാജിദന്റെ ഐഡിയ കൊള്ളാം. എന്തായാലും ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചുകൊണ്ടൊന്നും നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട ഷാജിദ. അവൻ അതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ നീ തീർന്നു. പിന്നെ നിന്റെ ഈ പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് കടിമൂത്ത് പ്രസംഗിക്കുമ്പോൾ കുറച്ച് നോക്കി കണ്ടൊക്കെ പ്രസംഗിച്ചാൽ നന്ന്. ഇപ്പൊ തന്നെ നീ നിന്നെ കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്തിനാണ് വെറുതെ കടിമൂത്തോരൊന്ന് വിളിച്ചു പറയാൻ നിൽക്കുന്നത്? അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോ. എല്ലാന്നുണ്ടെങ്കിൽ നിന്റെ എല്ലാ തനി ഗുണങ്ങളും നിന്റെ നാവിലൂടെ തന്നെ ഈ ജനങ്ങൾ അറിയും. അത് നിനക്ക് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നാണക്കേട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ കണ്ടവന്റെ കൂടെ കെടുക്കാൻ പോയതൊക്കെ നീ തന്നെ സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്തൊക്കെ സത്യങ്ങൾ വിളിച്ചു പറയാനിരിക്കുന്നു അല്ലേ ഷാജിദ? എന്തായാലും ഇതുകൊണ്ടൊന്നും നീ അടങ്ങാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കും അറിയാം, നിനക്കും അറിയാം. നീ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയും. അതിലൂടെ നീ സ്വയം നാറുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.